ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു ഗോവൻ ഡെലിക്കസിയാണ്. ഫ്രഷ് കോക്കനട്ടും സെമോലിനയും വെച്ച് ചെയ്യുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഗോവൻ ബാത്ത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് തേങ്ങ, 1 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക. നല്ല സ്മൂത്ത് ആവണ വരെ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് സെമോലിന കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് വറുത്ത സെമോലിനയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ്, ഏലക്കാപ്പൊടി, ബേക്കിംഗ് പൗഡർ, പിന്നെ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാനില എക്സ്ട്രാക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഒരു 3-4 ഡ്രോപ്സ് മതിയാവും. വാനില എസൻസ് ആണെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. കേക്കിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ബട്ടറും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് വെക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒരു 8 to 10 hours റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ സാധാരണ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ ബേക്ക് ചെയ്യണ പോലെയല്ല ഇത് ചെയ്യണത്. ഇതൊരു ട്രഡീഷണൽ കേക്കാണ്. ഗോവയിൽ ക്രിസ്മസും അതേപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണൊക്കെ ചെയ്യണ ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കുറച്ച് വ്യത്യാസമാണ്. റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നത് കാരണം നമ്മൾ ഓവർനൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മോർണിംഗിൽ നമുക്കിതിനെ ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇതായിപ്പോൾ ഒരു 8 hours ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ എടുത്തിട്ട് 8 ഇഞ്ച് പാനിലാണ് ഞാനിതിനെ ബേക്ക് ചെയ്യണത്. പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ള പാനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ബാറ്റർ ഇട്ട് കൊടുത്ത്, ബാറ്റർ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ച് 180 ഡിഗ്രിയിൽ ഒരു 55 to 60 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. ഓവൻ ടെമ്പറേച്ചറിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഓവനനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ടെക്സ്ചർ നമ്മൾ സാധാ കേക്ക് പോലെ ഭയങ്കര സോഫ്റ്റ് അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.